മനുഷ്യനെ ജീവിത ലക്ഷ്യങ്ങൾ നേടുന്നതിൽ നിന്നും സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടുന്നതിൽ നിന്നും മറ്റു പല ലക്ഷ്യങ്ങളും ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലുമുള്ള പല ലക്ഷ്യങ്ങളും നേടുന്നതിൽ നിന്നും തടയുന്നൊരു പ്രധാന ഘടകം ലളിതമായ സത്യങ്ങൾ സ്വീകാര്യമല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. സത്യമാണെങ്കിലും ലളിതമാണെങ്കിൽ പിടിക്കില്ല, നുണയാണെങ്കിലും ത്രില്ലിംഗ് ആണെങ്കിൽ മനുഷ്യർക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. ലളിതമായ സത്യങ്ങൾ ഇതൊക്കെ സിമ്പിൾ അല്ലേ? ഇതാണ് സത്യം. ആ സത്യമൊന്നും വേണ്ട, ത്രില്ലിംഗ് ആണ് വേണ്ടത്. ഒരു നുണയാണെങ്കിലും ത്രില്ലിംഗ് ആക്കുകയാണെങ്കിൽ ഞാനൊരു 2 മണിക്കൂറും ഇരുന്ന് തരാം, ഒരു 250 രൂപയെ മുടക്കാമെന്ന് മനുഷ്യൻ പറയും. ഇത് വെറുതെ പറയുന്നതല്ല. ഉദാഹരണം സിനിമ. അത് കണക്ക് കൂട്ടി എഴുതിയ കാര്യങ്ങൾ, മനുഷ്യരെ ത്രില്ലടിപ്പിക്കാൻ വേണ്ടി കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി തയ്യാറാക്കിയ കാര്യങ്ങൾ കാശ് കൊടുത്ത് അഭിനയിപ്പിച്ച് തുണിയിൽ കാണിക്കുന്നതാണെന്ന് അറിയാത്ത ആരുമില്ല. പക്ഷേ അത് കണ്ട് ത്രില്ലടിക്കാൻ 250 രൂപയും മുടക്കി 2 മണിക്കൂർ ഇരുന്ന് കൊടുക്കും. ഇത് തന്നെയാണ് മനുഷ്യൻ്റെ പ്രകൃതം. ഇവിടെ ചില യാഥാർത്ഥ്യങ്ങൾ എപ്പോഴും ലളിതമായിരിക്കും. നമുക്കത് കോംപ്ലിക്കേറ്റഡ് ആക്കി കിട്ടിയെങ്കിൽ ത്രില്ലിംഗ് ആക്കി തോന്നിക്കുള്ളൂ. ഇത് പൗരാണിക ടീച്ചേഴ്സിനും അറിയാമായിരുന്നു, പൗരാണിക ഗുരുക്കന്മാർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കാണുന്ന മനുഷ്യർ അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്ന മനുഷ്യർ സ്വീകരിക്കാൻ വേണ്ടി പലപ്പോഴും ചില പൊടിക്കൈകൾ പ്രയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഒരു പൗരാണിക തലവേദനയ്ക്കുള്ള മരുന്നാണ് ഉള്ളി അരച്ച് ഉള്ളങ്കാലിൽ ഇട്ടാൽ മതി. പൗരാണിക കാലത്ത് മരുന്നുകളുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ഹിപ്പോക്രാറ്റസിന് മുൻപ് മെഡിസിൻസ് ഉണ്ട്. അതാത് രാജ്യങ്ങളിലെ നാട്ടുവൈദ്യം തന്നെയായിരുന്നു അന്നത്തെ കാലത്തെ വൈദ്യം. അത് ഫലിക്കുന്നതുമുണ്ട്, ഫലിക്കാത്തതുമുണ്ടാകും. കംബോഡിയയിൽ അവിടുത്തെ നാട്ടുവൈദ്യം, വയനാട്ടിൽ അവിടുത്തെ നാട്ടുവൈദ്യം, ജർമ്മനിയിൽ അവിടുത്തെ നാട്ടുവൈദ്യം. ഹിപ്പോക്രാറ്റസിന് മുൻപിലത്തെ കാര്യമാണ് പറയുന്നത്. എന്നതുപോലെ ഒരു പൗരാണിക കാലഘട്ടത്തിലെ ഒരു യഥാർത്ഥ മരുന്ന് തന്നെയാണ് ഉള്ളി അരച്ച് ഉള്ളങ്കാലിൽ ഇട്ടാൽ മതി, വിട്ടുമാറാത്ത തലവേദന മാറുമെന്നാണ് അന്നത്തെ വൈദ്യം. ഏതായാലും ഒരു പൗരാണിക കാലത്തെ വിട്ടുമാറാത്ത തലവേദനയാൽ ബുദ്ധിമുട്ടിയിരുന്ന ഒരു നാട്ടുരാജാവ്, ഒരു നാട്ടുപ്രമാണിയും വിദൂര നാട്ടിലുള്ള ഇത്തരം രോഗങ്ങൾ മാറ്റുമെന്ന് കേട്ടിട്ടുള്ള ഒരു വൈദ്യനെ കുറിച്ച് കേട്ടറിഞ്ഞ് ആ വിദൂര നാട്ടിലേക്ക് പല്ലക്കിലും മഞ്ചലിലും കാളവണ്ടിയിലും കുതിരവണ്ടിയിലും ഒക്കെ ആയിട്ട് മഞ്ഞും മഴയും മലയും പുഴയും എല്ലാം താണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് അവിടെ എത്തിയതിനു ശേഷം തൻ്റെ ഈ തലവേദനയെക്കുറിച്ച് ആവേശത്തോടെ വർണ്ണിച്ചതിന് ശേഷം ഇപ്പോൾ ആ വൈദ്യര് കോംപ്ലിക്കേറ്റഡ് കുറിപ്പടി കുറിക്കുമെന്ന പ്രതീക്ഷയിൽ കാതോർക്കുമ്പോൾ ഈ വൈദ്യർ പറയുകയാണ്, അത് വീട്ടിൽ പോയി ഉള്ളി അരച്ച് ഉള്ളങ്കാലിട്ടാൽ മതി, അടി വീഴും അവിടെ. ഞാൻ ഇത്രയും ആവേശത്തോടെ പറഞ്ഞിട്ട് ഇദ്ദേഹം പറയുകയാണ് ഉള്ളി അരച്ച് ഉള്ളങ്കാലിട്ടാൽ മതിയെന്ന്. എന്ത് ഉള്ളി അരച്ച് ഉള്ളങ്കാലിട്ടാൽ മതിയെന്നോ? അല്ല, അത് ബുദ്ധിമുട്ടാണെങ്കിൽ ജീരകം അരച്ചുള്ള ഉള്ളങ്കാലിട്ടാൽ മതി, അതൊരു മെഡിസിൻ തന്നെയാണ്. അപ്പോൾ ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് കോപാക്രാന്തനാവും. ഇദ്ദേഹം ഒരുപക്ഷെ അടി പോയിട്ട് വാളൂരും അദ്ദേഹത്തിന്. അപ്പോൾ ഇതറിയാവുന്ന ഈ ടീച്ചർ അല്ലെങ്കിൽ ഈ ഗുരു, ഈ പൗരാണിക വൈദ്യൻ അതൊന്ന് കോംപ്ലിക്കേറ്റഡ് ആക്കി കൊടുക്കും. എങ്കിലേ ഈ കേൾവിക്കാരൻ അത് സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ കൊടുത്താൽ മതി. എങ്ങനെ? ആദ്യം വൈദ്യനൊരു വൈദ്യൻ കളി കളിക്കണം. കുറച്ച് ജാടയും പൊടിപ്പും തൊങ്ങലൊക്കെ ചാർത്തിയിട്ട് ജാടയോടെ പറയണം, ഓക്കെ, തലവേദന വിട്ടുമാറാത്ത തലവേദന, ഓക്കെ, കാര്യസ്ഥൻ എവിടെ, നാട്ടുപ്രമാണിയുടെ കാര്യസ്ഥൻ എവിടെ, വരൂ, കുറിച്ചോളൂ. നിങ്ങളുടെ വീടിൻ്റെ തെക്കേ പറമ്പിലെ വടക്കേ മാവിൻ്റെ കിഴക്കേ കൊമ്പിലെ പടിഞ്ഞാറോട്ട് വിരിഞ്ഞു നിൽക്കുന്ന മാമ്പൂവിൻ്റെ ഇതളുകളും ഉള്ളിയും ചേർത്തരച്ചുള്ളങ്കാലിൽ ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ മതി. സന്തോഷമായി. അപ്പോഴും മരുന്ന് എന്ത് തന്നെയാ? ഉള്ളി തന്നെ. അപ്പം നമ്മുടെ ഈ പ്രകൃതം ഒന്ന് മാറ്റിയെങ്കിലാണ് നമുക്ക് ലളിതമായ സത്യങ്ങളെ കാണാൻ കഴിയുക. പലപ്പോഴും സത്യങ്ങൾ ലളിതമാണ്. ഇനി ഈ ചാനലിൽ ആ ഉള്ളി അങ്ങോട്ട് തരുന്നുണ്ടാവും. പല പൊടിപ്പും തൊങ്ങലുകളും മാറ്റി ആ ജീവിത വിജയത്തിനും സാമ്പത്തിക വിജയത്തിനും ജീവിതത്തിലെ നാനാ തുറകളിലുമുള്ള ലക്ഷ്യങ്ങൾ നേടുന്നതിനാവശ്യമായ ടെക്നിക്കുകളും തിയറികളും യാതൊരു പൊടിപ്പും തൊങ്ങലുകളും ഇല്ലാതെ നേരെ വാ നേരെ പോ എന്ന രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ചാനലാണിത്. അപ്പോൾ ഇനിയും ഈ ചാനലിൽ ജീവിത വിജയത്തിനും സാമ്പത്തിക വിജയത്തിനും ആവശ്യമായ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് സ്വന്തം ബുദ്ധി ഉപയോഗിക്കുക. ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ചാൽ നിങ്ങൾക്കും മനസ്സിലാകുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. നമുക്കിതെല്ലാം പുതിയ അറിവുകളെന്നോ വമ്പൻ അറിവുകളെന്നോ അല്ല, ചില തിരിച്ചറിവുകളായിരിക്കും. നമുക്ക് അറിവുകളെക്കാൾ ചില തിരിച്ചറിവുകളിലേക്ക് പോകുമ്പോഴാണ് ഓക്കെ, ഇത് ശരിയാണല്ലോ, ഇത് എൻ്റെ ജീവിതത്തിന് ബാധകമാണല്ലോ എന്ന് തോന്നിക്കുക. അപ്പോൾ അവിടെയാണ് നാം ഒരു നിലപാടെടുക്കാൻ പഠിക്കണം. ആരും നമ്മൾ 3ാം ക്ലാസ്സുകാരൊന്നുമല്ലല്ലോ ഇത് കേൾക്കുന്നത്. ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും അത് സത്യമാണോ യാഥാർത്ഥ്യമാണോ എന്ന് മനസ്സിലാക്കാനൊരു ബുദ്ധി നമുക്കുണ്ട്. അങ്ങനെ നമ്മുടെ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് മനസ്സിലാക്കുകയും നമുക്ക് ബോധ്യമാകുന്ന കാര്യങ്ങൾ അത് അന്ന് മുതൽ നമ്മുടെ നിലപാടാവുകയും വേണം. അങ്ങനെ പറയാൻ കാരണം പിന്നെ മൂന്നാം ദിവസം മറ്റൊരു അവിവേകി പറയുമ്പോൾ ഇതൊക്കെ എന്ത് എന്ന് പറയുമ്പോൾ ശരിയാണല്ലോ എന്ന് വീണു പോകാനുള്ള അത്രയും ബുദ്ധി അല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ നാം എന്ത് ചെയ്യുക? നാം വിശ്വസിക്കാനുപരി നാം അതിനെ അറിയുക, മനസ്സിലാക്കുക, യാഥാർത്ഥ്യ ബോധത്തോടെ അറിയുക. അങ്ങനെയായാൽ ജീവിതത്തിലെ ഏത് ലക്ഷ്യങ്ങളും നേടാൻ കഴിയും. അതിന് വഴികാട്ടുന്ന പല തിയറികളും ടെക്നിക്കുകളും ഇനിയും ഈ ചാനലിൽ ഉണ്ടാവുകയും ചെയ്യും.